ஆரம்பிக்கலாங்களா? വിദ്യാർത്ഥികളുടെ സമരം തന്നെയാണോ അവിടെ നടക്കുന്നത്? എനിക്ക് ചെറിയ അത്ഭുതം, എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില ഇൻഫർമേഷൻസും. ഈ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. சொடக்கு மேல சொடக்கு போடுது என் விரல் வந்து நடுத்தருவில் நின்னு சொடக்கு மேல சொடக்கு போடுது. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. അങ്ങനെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ? ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത്രേ ഉള്ളൂ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതുപോലെ കാര്യങ്ങൾ സംഭവിച്ചപ്പെടുമ്പോഴൊന്നും ഇത്തരം സമരങ്ങളോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനോ ഒന്നും ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണമെന്നൊന്നും ആരും അന്ന് പറഞ്ഞ് വലിയ ബഹളമൊന്നും വെച്ചിട്ടില്ല. അല്ല, മനുഷ്യനും മടുക്കില്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കഴിഞ്ഞ 20 വർഷമായിട്ട് എത്രയോ തവണ ലീക്ക് ഉണ്ടായി. ഈ ഇപ്പൊ കഴിഞ്ഞ PSC തെരഞ്ഞെടുപ്പ് കേരളത്തില് PSCയുടെ മറ്റേ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം. പോലീസ് അക്രമം നടത്തിയ വിദ്യാർത്ഥികളെ അവര് ബാറ്റൺ ചാർജ് ചെയ്തു, അതല്ലെങ്കിൽ അവര് തടഞ്ഞു. മനസ്സിലാക്കാം, അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ടല്ലോ. പോലീസ് വലിയ കല്ല് പെറുക്കി എറിയുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അയാൾക്കും കിട്ടി, കേരളത്തിലെ മാധ്യമ പ്രവർത്തകനും കിട്ടി, സകല ആളുകൾക്കും കിട്ടി. പോലീസ് എന്തിനാ എറിയുന്നത് എന്നാ ഞാൻ ചോദിച്ചത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അവനൊക്കെ സമരക്കാർക്കിടയിൽ നല്ല പേരായത് കാരണം അവർ ഈ ടൈംസ് നൗവിനെ റിപ്പബ്ലിക് ടിവി ഒക്കെ BJP ആയിട്ട് തന്നെയാ കാണുന്നത്. പഴയ സ്ഥലത്ത് പോയിരിക്കും. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. കല്ലെടുത്ത് എറിഞ്ഞ് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയതാരാ? വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഈ മാതൃഭൂമി മാത്രമല്ല, കാവിപ്പട ഗ്രൂപ്പിൽ വരുന്ന സംഗതികളെല്ലാം എടുത്ത് പറയുമ്പോൾ പ്രശ്നം ഇത്. ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. അക്രമം അഴിച്ചുവിടാൻ ഡൽഹിയിലെ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരും. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിലിറങ്ങിയാലുണ്ടല്ലോ, ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. കലങ്ങിയില്ല. ഇനി എഴുതും. നിങ്ങൾ എഴുതിക്കോന്നേ. ഇനി എഴുതും. നിങ്ങൾ എഴുതിക്കോ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഞങ്ങൾ പറയും. അത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും, എഴുതേണ്ടടുത്ത് എഴുതും. ഇനി എഴുതും. നിങ്ങൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കുട്ടികളുടെ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറ. നടക്കുവോ? പറ്റുവോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടു. രാവിലെ വരാം.